2014 എ.ആർ. മുരുകദോസ് സംവിധാനം ചെയ്ത് വിജയ് നായകനായി എത്തിയ 'കത്തി' എന്ന സിനിമയിലൂടെ നിർമ്മാണ രംഗത്തേക്ക് കടന്നുവന്നവരാണ് ലൈക്ക പ്രൊഡക്ഷൻസ്. ചിത്രം വൻ വിജയമായത് ലൈക്ക പ്രൊഡക്ഷൻസ് തമിഴിൽ അവരുടെ സ്ഥാനം ഉറപ്പിച്ചു. തുടർന്ന് അവർ നിരവധി വിജയ സിനിമകൾ നിർമ്മിക്കുകയും ബോക്സ് ഓഫീസിൽ കോടികൾ കൊയ്യുകയും ചെയ്തു. എന്നാൽ കഴിച്ചു കുറഞ്ഞ വർഷമായി അതത്ര നല്ല സമയമല്ല ലൈക്കയ്ക്ക്. സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയും മോശം പ്രതികരണം നേടുകയും ചെയ്തതോടെ ലൈക്ക പ്രൊഡക്ഷൻ പ്രതിസന്ധിയിലായി. എന്നാൽ ഇപ്പോൾ ആ പഴയ പ്രതാപത്തിലേക്ക് എമ്പുരാൻ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലാണ് അവർ. 'ചന്ദ്രമുഖി 2', 'മിഷൻ ചാപ്റ്റർ 1', 'ലാൽ സലാം', 'ഇന്ത്യൻ 2', 'വേട്ടയാൻ' എന്നിവയാണ് ലൈക്കയുടെ അവസാനം പുറത്തിറങ്ങിയ 5 സിനിമകൾ. മോശം പ്രതികരണങ്ങൾ നേടി ഈ സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ കൂപ്പുകുത്തിയ കാഴ്ചയാണ് ഉണ്ടായത്. ഇതിൽ 'ചന്ദ്രമുഖി 2', 'മിഷൻ ചാപ്റ്റർ 1', 'ലാൽ സലാം', 'ഇന്ത്യൻ 2' എന്നീ വലിയ ചിത്രങ്ങൾ വലിയ പരാജയമായപ്പോൾ രജനികാന്ത് ചിത്രമായി എത്തിയ 'വേട്ടയൻ' ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചെങ്കിലും വലിയ നേട്ടമുണ്ടാക്കാതെ പോയി. അജിത്തിനെ നായകനാക്കി മകൾ തിരുമേനി സംവിധാനം ചെയ്യുന്ന 'വിടാമുയർച്ച'യാണ് ലൈക്കയുടെ നിർമ്മാണത്തിൽ അവസാനമായി പുറത്തിറങ്ങിയ സിനിമ. സമ്മിശ്ര പ്രതികരണം നേടുന്ന സിനിമ വമ്പൻ ഓപ്പണിംഗാണ് ആദ്യ ദിവസം സ്വന്തമാക്കിയത്. എന്നാൽ രണ്ടാം ദിവസം ഇന്നലെ കളക്ഷനിൽ വലിയ ഇടിവുണ്ടായെന്നാണ് കണക്കുകൾ പുറത്തുവരുന്നത്. കളക്ഷനിൽ 66% ഇടിവാണ് ഉണ്ടായെന്ന് സൺ ഈസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഇതോടെയാണ് എമ്പുരാനിലേക്ക് പ്രതീക്ഷ തിരിഞ്ഞത്. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാനാണ് ലൈക്ക പ്രൊഡക്ഷൻ നിർമ്മിക്കുന്ന സിനിമ. ആശീർവാദ് സിനിമാസ് സിനിമയുടെ പങ്കാളിയാണ്. ചിത്രം ഐമാക്സിൽ റിലീസ് നടത്തുമെന്ന സൂചനയാണ് പൃഥ്വിരാജ് നൽകുന്നത്. എമ്പുരാനിലെ ലൈക്ക പ്രൊഡക്ഷൻ വിജയപാതയിലേക്ക് തിരിച്ചുവരുമെന്ന് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരിച്ച ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ കഴിയുന്ന എല്ലാം സിനിമയിലുണ്ടാകുമെന്നാണ് ടീസർ നൽകുന്നത്. 2025 മാർച്ച് 27 ലോകമെമ്പാടുമുള്ള തിയേറ്ററിൽ എമ്പുരാൻ എത്തും.